ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയാണ്. അപ്പോൾ അയാളുടെ പേര് 2-3 തവണ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനുശേഷം അയാളുമായിട്ട് ഉള്ള നല്ല നിമിഷങ്ങൾ മാത്രം ഓർക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എനിക്കിതിനകത്ത് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ കുറച്ച് സംസാരം മീൻസ് നിങ്ങൾക്ക് കണ്ണീർ ദൃഷ്ടിദോഷം പോലുള്ള ഇഷ്യൂ ഉള്ളതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ സംസാരിക്കുമ്പം കുറച്ച് ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അല്ലാതുള്ളത് ഒരു രഹസ്യ സ്വഭാവം നിങ്ങൾക്കുള്ളത് നല്ലതാണ്. കാരണം ഈ കണ്ണീർ ദൃഷ്ടിദോഷം പോലുള്ള ഇഷ്യൂസിൽ വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷേ അങ്ങനല്ല. നിങ്ങളുടെ ലവ് ലൈഫിൽ മാത്രമല്ല പേഴ്സണൽ ലൈഫിലും അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം കുറച്ച് രഹസ്യ സ്വഭാവം, ഒരു സീക്രട്ടൊക്കെ വെക്കുന്ന ഒരു സ്വഭാവം ഉള്ളത് നല്ലതാണ്. നമുക്കറിയത്തില്ലല്ലോ നമ്മുടെ കൂടെ ഉള്ളവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്തുവാണെന്നുള്ളത് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. എന്ന് കരുതി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇങ്ങനൊരു കാര്യം ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞതാണ്. ആ കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ നിങ്ങളിപ്പം ഡീല് ചെയ്യുന്ന ആൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള പാർട്ട്ണർ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. അയാളെ ഓർത്തിട്ടുള്ള പേടിയൊന്നുമില്ല. ചിലർ ലോങ് ഡിസ്റ്റൻസ് നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും അവരിലൊരു റീയൂണിയൻ നിങ്ങൾ ഫിസിക്കലി കാണാൻ കോള് മെസ്സേജ് എന്നതിലുപരി നിങ്ങൾ കാണുന്നുണ്ട്. കാണുന്നത് മാത്രമല്ല നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്രയും അടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ്. ചിലരൊക്കെ ഇനി കാണാൻ പറ്റുമോ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അങ്ങനല്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡ് ആയിപ്പോയി എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം നിങ്ങളുടെ ഡെസ്റ്റിനി പാർട്ട്ണറാണല്ലോ. അപ്പോൾ പിന്നെ ഒരിക്കലും ഈ റിലേഷൻഷിപ്പ് എൻഡ് ആയിപ്പോയിട്ടില്ല. ഓക്കെ. ഹൈലി ഫെമിനൈൻ അതേപോലെ തന്നെ ഹൈലി മസ്കുലൈൻ എനർജിയിലുള്ള 2 ആൾക്കാരാണ്, 2 സോളാണ് നിങ്ങൾ. അപ്പം നിങ്ങൾക്കിടയിൽ ഇനിയും ഈ റിലേഷൻഷിപ്പ് എൻഡായി പോയിട്ടില്ല. അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. അത് അങ്ങനല്ല എന്നുള്ളത് നിങ്ങൾക്കിനി അടുത്ത ദിവസങ്ങളിൽ മനസ്സിലാവും. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സൈൻസൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഏഞ്ചൽ നമ്പർ പോലുള്ള 111, 222 പോലുള്ള അല്ലെങ്കിൽ 333 പോലുള്ള സൈൻസൊക്കെ കാണുമ്പം അത് വെറുതെ അല്ല. യൂണിവേഴ്സ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു ഏഞ്ചൽ നമ്പേഴ്സ് കാണുമ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണോ ആവശ്യം എന്നുള്ളത് നിങ്ങൾ വരുന്ന സമയത്ത് അത് നിങ്ങൾ വിഷ് ചെയ്യാം. നിങ്ങളുടെ ആഗ്രഹം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അതിനോട് എന്ത് ചെയ്യാം, സംസാരിക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ ആവശ്യം ഡിമാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ. നിങ്ങൾ ചോദിക്കുന്നത് തരാൻ വേണ്ടിയിട്ടിരിക്കുന്നവരും തന്നെയാണ് യൂണിവേഴ്സ് എന്നുള്ളത്. ചിലപ്പം നമ്മുടെ ആഗ്രഹത്തിന് അനുസരിച്ചിട്ട് ആ ഒരു നമ്മുടെ സാഹചര്യത്തിനെ ആയിരിക്കും മൊത്തത്തിൽ മാറ്റിയിട്ടായിരിക്കും നമുക്ക് വേണ്ട കാര്യങ്ങൾ യൂണിവേഴ്സ് നമുക്ക് തരാൻ പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ചോദിക്കാനുള്ള എല്ലാ അവകാശവും നമുക്കുണ്ട്. ഇനി നിങ്ങളുടെ പേഴ്സണിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നിങ്ങളെ ഓർത്ത് അയാളും വിഷമിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യം ഇപ്പം പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു രാത്രി കാലങ്ങളിൽ അയാൾ നിങ്ങളെ കുറേ കൂടെ ഓർക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ലേറ്റ് നൈറ്റ് കോളൊക്കെ ചെയ്തവർക്ക് ആയിരിക്കും ആ പഴയ ഓർമ്മകളിലേക്കും അയാൾ പോകുന്നുണ്ട്. അയാളുടെ ഓർമ്മകളിലും ഉണ്ടാകുന്നുണ്ട്. നിങ്ങളെപ്പോഴും ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്കാണെങ്കിലും അവർക്കാണെങ്കിലും അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സ്നേഹം തോന്നിയിട്ടുള്ള ആൾ തന്നെയാണ്. അപ്പം 2 പേർക്കും ഇപ്പം എന്തെങ്കിലും സാഹചര്യം മൂലം നിങ്ങൾ ഇപ്പം മിണ്ടാതെ ഉണ്ടെങ്കിലും നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും അകൽച്ച ഉണ്ടായിപ്പോയെങ്കിലും അതൊരു പെർമനൻ്റ് അല്ല. അത് എത്രയും പെട്ടെന്ന് അതെല്ലാം മാറ്റി നിങ്ങളിലേക്ക് തന്നെ നിങ്ങളുടെ പേഴ്സൺ വരും.